എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു. നമുക്ക് സൂപ്പർ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റോസ്റ്റിന് ഉള്ളിയുടെയോ സവാളയുടെയോ ഒന്നും ആവശ്യം വരുന്നില്ല, എന്നാലും ഭയങ്കര ടേസ്റ്റിയാണ് താനും. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈഡ് റൈസിന്റെ കൂടെയോ ഗീ റൈസിന്റെ കൂടെയോ പുലാവിന്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് മതിയാവും. അതിനായിട്ടൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ വേണം. ഇത് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ആ എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പച്ചമുളക് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇവിടെ കിട്ടുന്ന പച്ചമുളകിന് നല്ല എരിവ് കൂടുതലാണ്. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് ചുമക്കണ രീതിയിൽ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പൊ ഇതിലാണ് ഇതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നല്ലോണം ചുമക്കെ തന്നെ വറുത്തെടുക്കണം, പക്ഷെ കരിഞ്ഞു പോരുത്. നല്ലോണം മൂത്ത് കിട്ടണം. നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. അത് നന്നായിട്ട് റോസ്റ്റ് ആയി കഴിയുമ്പോഴേക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക. നമുക്ക് എരിവ് എന്തോരം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കണം. ഗരം മസാലയാണ്. അത് വീട്ടിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് പെരിഞ്ജീരകത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇതെല്ലാം കൂടി ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യണം. അപ്പം അതെല്ലാം മൂത്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബോണുള്ള പീസും നമുക്ക് എടുക്കാം, പക്ഷെ ചെറുതായിട്ട് നുറുക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പം ആ മസാലയായിട്ട് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു 3-4 മിനിറ്റ് ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതൊരു ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ആ എണ്ണയിലിട്ട് ഒരു 3-4 മിനിറ്റ് നമ്മളൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ചിക്കനിൽ നിന്നുള്ള വെള്ളം മതിയാവും. വേവ് കൂടുതലുള്ള ചിക്കൻ ആണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയും വേണം. അപ്പൊ അതേ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് വറ്റി കിട്ടണം. ഇവിടെ ഈ ചിക്കൻ ഒരു 80% കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് തുറന്നു വെച്ച് തന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ ഉള്ളി ഒന്നും ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ റോസ്റ്റ് ആണ്. ഇതൊരു ബ്രൗണിഷ് ഷെയ്ഡ് ആവണം, അതുവരെ വഴറ്റി കൊടുക്കണം. ഞാൻ കുറച്ച് മിന്റ് ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ ആ റോസ്റ്റിന്. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് വഴനയിലയാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ വഴനയിലയ്ക്ക് പകരം നാട്ടിൽ കിട്ടുന്ന രംഭയില എന്നൊക്കെ പറയുന്ന ആ ഒരു ഇല ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രൈ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഉള്ളിയുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്